ഇരിക്കേ. കാല് തോത്തിട്ട്. സോറി, ഈ ഡോക്ടർക്ക് ഇനി സംശയം വല്ലതും തോന്നും. നീ ഒന്നും മിണ്ടാതിരുന്നേ. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നല്ല കൈയായത് കൊണ്ട് അയാളോട് പറഞ്ഞൊരു സീൻ ഉണ്ടാക്കണ്ട. സോറി. എടാ, ഇവിടെ ഇരുന്ന ഇവൻ എന്നെ പീഡിപ്പിക്കും. സുബൈദ ഇങ്ങോട്ട് മാറിയിരുന്നോളൂ. ശരി ഗോപാലകൃഷ്ണ. സുബേദ ഗോപാലകൃഷ്ണൻ. നല്ല ഈടാ വേണോ? വേണ്ട. ശവം. ഇങ്ങനെയുണ്ടോ വൃത്തികെട്ടവന്മാര്? എന്താ ഇവിടെ? സങ്കരയിനം വാഴവിത്തുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരെണ്ണം മേടിക്കാൻ വന്നു. ഓ, വാഴവിത്ത് വാഴവിത്ത്. ഇയാളാരാ? ആരാ അത്? കൂട്ടുകാരൻ. അല്ല, കൂട്ടുകാരന്റെ പെങ്ങള്. കൂട്ടുകാരന്റെ പെങ്ങൾ. ഓഹോ, ഇന്റർകാസ്റ്റ് മാരേജ് ആണല്ലേ? അല്ല, രജിസ്റ്റർ മാരേജാ. ഓ, രജിസ്റ്റർ മാരേജ്. എന്നായിരുന്നു? അടുത്ത മാസം. അടുത്ത മാസം എന്ന് പറയുമ്പോ സെപ്റ്റംബർ. അല്ലല്ലോ, ഒക്ടോബർ. ഒക്ടോബറിലായത് കൊണ്ട് കൊള്ളാം. മാർച്ചിലായിരുന്നെങ്കിൽ ഭയങ്കര ചൂടും കുട്ടികളുടെ പരീക്ഷ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാനും പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചത്. അപ്പൊ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞില്ലേ? ഇല്ല, ബാക്കിയല്ലേ കഴിഞ്ഞല്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങോട്ടേ കൊണ്ടുവന്നേടല്ലേ. എടാ, നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? സ്വന്തം കൂട്ടുകാരുടെ പെങ്ങളെ ചതിച്ചിട്ട് വന്നിരിക്കുന്നു. നിന്നെയൊക്കെ എങ്ങനെ ഒരു കുടുംബത്തിൽ കയറ്റുന്നത്? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? ഭ്രൂണഹത്യ തെറ്റാണെന്ന കാര്യം നിനക്ക് അറിയില്ലടാ. എന്താ വയറ്റി കിടക്കുന്ന ചോരക്കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നു? അല്ല ചേട്ടാ, അത് ഞങ്ങൾ. അതിനൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഒത്തി അമ്മ തൊട്ടിൽ കൊണ്ട്, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ ഞാൻ പൊന്നുപോലെ വളർത്താം. എന്തോ നിങ്ങൾ കാരണം ഇത് 4ാമത്തെ അബോഷണ. ഇനി ഇങ്ങനെ വന്ന അവര് പോലീസിനെ വിളിക്കും പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ മോള് പോക്കെ, ഞാൻ വരാം. ഭാര്യയാണോ? ഭാര്യ അനിയത്തി. ആരടുത്തും പറയല്ലേ. കൊണ്ട് തകർത്തോ.